എങ്ങനെയുണ്ട്? നിങ്ങൾക്കോ? പൊരിച്ചു. ഗൈസ് ലാൻഡ് ചെയ്തു. വീണ്ടും ബസ്. കണ്ണുമേഘങ്ങള് ഫുൾ മേഘട്ട. എന്ത് രസ കാണാൻ. ആഹാ. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അവിടെ വെയിലാണ്. അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വാവ്, നൈസ്. ഇതാ മറ്റൊരു ഗ്ലാസ് കോറിലുള്ളത്. നല്ല മേഘട്ട ഗൈസ്. കോറിലുള്ള കാരനാണ് നല്ല രസമായിട്ട് കാണാം. എത്താറായി. കണ്ടോടങ്ങി. ഇതാണ് റൺവേ അല്ലേ? റോഡല്ലേ? തിരിക്കുമ്പോഴൊക്കെ സീനാട്ടോ. അയ്യോ, തിരിയണ തിരിയണ തിരിയണ. എന്ത്? അയ്യോ, എന്ത്? താഴ്ത്തണോ? അതില് താഴ്ത്തണോ? അയ്യോ, എഞ്ചിൻ ഓഫ് ചെയ്യോ താത്തുമ്പോ? പിന്നെ അയ്യോ, സൗണ്ട്. ജയിലിറങ്ങണ സീനാട്ടോ. ലാൻഡിങ് സീനാ. അയ്യോ, ആ ആകെ ഒരു വല്ലാത്ത അവസ്ഥ ഇറങ്ങുമ്പോ. ഇതെന്ത് എന്ത് ഇറക്കണോ? ഇതിപ്പോ എന്ത് നടക്കണം മനസ്സിലാവുന്നല്ലോ. എന്തിന്? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെ. എന്ത് പണ്ടാറങ്ങാനായിട്ട് ഇറക്കണം സീനാട്ട ഗൈസ്. കൈ ഇവിടുന്ന് വെച്ചില്ലേ ശരിയാവില്ല. ഇവിടെ ഇരുന്നോട്ടെ ധൈര്യത്തിന്. ആടണം എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നിങ്ങക്ക് കാണുമ്പോ ചിലപ്പോ ഒന്നും തോന്നില്ല ഗൈസ്. അവിടേക്ക് എന്താ? അയ്യോ, ഇല്ലേ? ഏത്? വെള്ളല്ലേ? തമിഴ്നാട് കണ്ണക്കിയ റോഡ് അടുത്തായിട്ടാ. ഇത് വൈഡിലിട്ട കാരനാണ് ശരിക്കും ഇത്ര അടുത്ത് കാണാൻ ഗൈസ്. കണ്ടാ? വൈഡിലിടുമ്പോ നിങ്ങക്ക് ചിലപ്പോ ദൂരം തോന്നും. ഇത്ര അടുത്താണ്. എന്തത് വണ്ടി? എന്ത് ചെയ്യണയാള്? എന്താ ചെയ്ത്? നല്ലൊരു തടാകം. കണ്ടാ ഗൈസ്? തമിഴ്നാടാണ് കാണുന്നത്. ആഹാ, എന്താ രസം.
ആ എന്തൊരു സൗയ്യോ ഇറങ്ങിക്കൊണ്ടിരിക്കാണ്. അടിക്കൂ? ഏയ് ഇല്ലില്ല. സീനില്ല 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 സീനില്ല. അതാണ് ശരിക്കുള്ള വ്യൂ. ഏയ് ഇറങ്ങണ സീനില്ലേ, പൊങ്ങണക്കിയ സീന്. സേഫായി ലാൻഡ് ചെയ്തു. പേടിച്ചിട്ട് മോക്കൊന്നും സുഖില്ലേ. സേഫായി ലാൻഡ് ചെയ്തു. പൊരിച്ചു. എക്സൈറ്റ്മെന്റ് ആണ് എന്താണെന്ന് അറിയില്ല. കിളി പോയിട്ടിരിക്കണ ഇവിടുത്തെ ഇറങ്ങണം. ഞാൻ എന്താ ഇപ്പൊ തിരിച്ചോണ്ടിരിക്കാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഡെസ്റ്റിനേഷൻ റീച്ച് ആയിരിക്കുകയാണ്. വെള്ളത്തോട്ടാ എന്ത് ജയ എന്താ മിണ്ടാത്ത? ജയ പോയാ? ജയ എന്തെറ്റി? ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ കുഴപ്പമില്ല, ആള് ഹാപ്പിയാ. എങ്ങനെയുണ്ട് ഇറക്കം കയറ്റൊക്കെ? തലവേനയുണ്ട്. അതുണ്ടാവും. എടുത്തില്ല വെള്ളം? ഇല്ലില്ല, എടുത്തെടുത്തോ. പോ പോ. പൂജാൻ പൂജാൻ ഇറങ്ങ ഇറങ്ങ്. എനിക്ക് നല്ലൊരു വൈഡ് വേണം. അതെ അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സേലം ബസ് സ്റ്റാൻഡ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കോ? ഇതാട്ട എയർപോർട്ട്. ഇനി ബാക്കി നമുക്ക് റിട്ടേൺ പോണത് കാണാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ, ഫുഡ് അടിക്കണം. ബൈ. പുറത്തൊക്കെ പോയി ഫുഡ് അടിച്ച് സേലം എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഇവിടെ ഒരു 2.5 മണിക്കൂർ പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക്. ചെറിയ എയർപോർട്ടാണത്. എത്ര പേരാണ് ഇതിലുള്ളതെന്ന് അറിയില്ല. എയർപോർട്ട് കാണിച്ചത് ഗൈസ്. ഈ കാണാണ് എയർപോർട്ട്. അച്ഛനമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ജലീന അവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കണം അച്ഛനമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. എന്താ? ഓക്കെ വന്നാ പറഞ്ഞോ. ഇവിടെയും 3000 രൂപയാവിനി. ഗൈസ് ഇതാണ് എയർപോർട്ട്. ഇവിടുന്ന് ആ ചെക്കൻ നിൽക്കണതിൻ്റെ അതിനുള്ളിൽ കൂടെ പോയാൽ നമുക്ക് എയർപ്ലെയിനിൽ കയറാം. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. തിരിച്ച് വീട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി നമുക്ക് നൈറ്റ് വിഷ്വൽസ് കാണാം. എല്ലാവരും ഉണ്ട്. വണ്ടി എടുത്തു ഗൈസ്. ഫ്ലൈറ്റ് പൊങ്ങി. ഫുള്ള് മഞ്ഞ. ഇതാ കാർമേഘ. ഒന്നും കാണാനില്ല കേട്ടോ. ഫുള്ള് പൊക്കെയാണ്. അതാ ഫുള്ള് പൊക്കെയാ. ഒന്നും കാണാനില്ല. മഞ്ഞ് പോലെ. അതാ ആഹാ മേഘം. ബൊമ്പോ പൊളി. പൊരിച്ചു. ഫുൾ മേഘം. ഓക്കെ
കൂട്ടം മേഘം. ചിരിക്കണ സീന അതാ ചിരിക്കണം. എങ്ങടെ ചിരിക്കണ ഭ്രാന്തട്ടായി പൈലറ്റ് സീന. വീട്ടുകാരൻ്റെ ബാക്കിൽ ജയ ഉറങ്ങ. എന്താ എന്താ മിണ്ടാത്ത? പ്ലെയിനിൽ ലേറ്റ് ഇട്ടു, ഇരുട്ടായി. നമ്മുടെ സെൽഫി ഒന്നും എടുത്തിട്ടില്ലേ? ഇതാണ് അവസ്ഥ. പാടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പാടം എത്തി. നല്ല രീതിയിൽ ബ്രേക്ക് കാണാം. റഷ് റൈഡറാ. ഗൈസ് വന്നാച്ചടാ അമ്മയടാ. വെളുപ്പിളി തന്നെ പോയേ. ഗൈസ് ലാൻഡ് ചെയ്തു വീണ്ടും ബസ്. ഗൈസ് വയ്യാണ്ടായി. ഇതിലത്തെ ഡ്രൈവർ സീനായിരുന്നു. അങ്ങോട്ട് വെട്ടിക്കലൊക്കെ ആയിരുന്നു. ബസ്സിൽ കയറി. ഇനി എയർപോർട്ട് ലോഞ്ചിൽ പച്ചണയും കയറണം. അങ്ങനെയാണെങ്കിൽ ഫ്രീ ഫുഡ് 2 രൂപയ്ക്ക് ഫുഡ് കിട്ടും ഗൈസ്. അവിടെ എത്തിയിട്ട് പച്ചണയും നമുക്ക് കയറാം. എയർപോർട്ട് ലോഞ്ച് കിട്ടില്ല, നമുക്ക് വരുമ്പോൾ കിട്ടില്ല, പോകുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. വരുമ്പോൾ നമ്മുടെ പേരിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള കാരണം നമുക്ക് കയറാം. നേരം വൈകി. നേരെ കയറി കുറച്ച് നേരം ഇരുന്ന് പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാണ് ചെയ്തത്. അപ്പോൾ എയർപോർട്ട് ലോഞ്ച് കിട്ടില്ല. എയർപോർട്ട് ലോഞ്ച് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ വരുന്നവർ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞു ഗൈസ്, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കൊച്ചി ടു സേലം ഉള്ള ഫ്ലൈറ്റ് എടുത്താൽ മതി. 2000 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ വരെ ഒരാൾക്ക്. എയർലൈൻസ് എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് നിങ്ങൾ പോവുക. അതൊരു 2 മണിക്കൂർ നേരത്തെ ട്രാവലാണ്. അപ്പോൾ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടാക്കരുത്.